ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടിൻ ഫാരീസ് ആൻഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിന് നമുക്കൊരു ബീഫ് കറി വെക്കാവുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫാണ്. ഇതിൽ കുറച്ച് നെയ്യും കൂടെ ഉള്ള പീസസ് ആണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നെയ്യും കൂടെ ഉണ്ടെങ്കിലാണ് നമ്മളെ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടുക. അപ്പോൾ നമ്മൾ കുക്കറിലാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ബീഫ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ചെറുതായിട്ട് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മളെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെന്ന് വെച്ചാൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ട് വേണ്ടത് സവാളയാണ്. സവാളയും ചെറിയ ഉള്ളി. അപ്പം ഞാനിവിടെ ഒരു വലിയ സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചെറിയ സ്ലൈസായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. അത് നമുക്ക് ഈ ബീഫിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടുന്നത് ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ നമുക്ക് ഈ ചിക്കൻ ആണെങ്കിലും ബീഫ് ആണെങ്കിലും മട്ടൺ ആണെങ്കിലും ഒക്കെ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പം അത് ഞാനൊരു 10-15 എണ്ണം എടുത്തിട്ടുണ്ട്. അതും നന്നായിട്ട് എടുത്തിട്ട് നമുക്ക് ഇതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ മിക്സിംഗ് ആണ് പ്രധാനം. അപ്പോൾ നമ്മൾ ആദ്യം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി വേണ്ടുന്നത് കുരുമുളകാണ്. അപ്പോൾ കുരുമുളക് കുറച്ച് ക്രഷ് ചെയ്ത കുരുമുളകാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ ആ മുളകും നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നും എഗെയിൻ മിക്സിംഗ് ആണ്. നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. നമുക്കിത് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം എഗെയിൻ നമ്മൾ പിന്നെ മിക്സ് ചെയ്യുക. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ ഇതിലോട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. നമ്മൾ ഈ ബീഫിൽ നിന്ന് തന്നെ വെന്ത് വരുമ്പോൾ വെള്ളം ഉണ്ടായിരിക്കും. ആ ഒരു സ്റ്റോക്ക് അത് കൊണ്ട് മാത്രമാണ് നമ്മളിന്ന് കറി വെക്കുന്നത്. അപ്പം നമുക്ക് അടച്ചു കൊടുക്കാം. അടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് വിസിൽ മാറ്റി കൊടുക്കാം. അപ്പം എന്നിട്ട് ഓൺ ചെയ്തിട്ട് ഒരു 5-6 വിസിലോളം ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. 6 വിസിൽ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേറൊരു പാൻ എടുക്കാം. പാൻ എടുത്തിട്ട് അതിലോട്ട് നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിനാവശ്യമായിട്ടുള്ള മസാല നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സവാളാണ് ഞാൻ ഇതിനായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചൂടായി വരുമ്പോൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലോട്ട് ഓരോ മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ മിക്സിക്കകത്ത് അടിച്ചെടുത്തതാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു 10 ചെവ മാറുന്നിടം വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് ഇളക്കി അത് മിക്സ് ആവുന്നത് വരെ നല്ലൊരു മണമാണ്. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇടുമ്പോൾ നല്ലൊരു മണമാണ്. എല്ലാവർക്കും ആ മണം ഇഷ്ടമായിരിക്കും. ഈ ചിക്കനൊക്കെ വെക്കുമ്പോഴൊക്കെ നല്ലൊരു മണമാണ് ബിരിയാണിക്കും. ഇനി നമ്മൾ പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ നെടുവേ കീറിയ പച്ചമുളകാണ് ഇതിലിട്ട് കൊടുക്കുന്നത്. വേറെ ഞാൻ ഇതിൽ മുളക് പൊടി ചേർക്കുന്നില്ല. മുളക് പൊടി ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമേ ഉള്ളൂ. കാര്യം നമ്മൾ നേരത്തെ ബീഫിലും ആവശ്യത്തിനും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് വേണ്ടുന്നത് തക്കാളിയാണ്. തക്കാളിയും ഒരു തക്കാളിയാണ്, നല്ല പഴുത്ത തക്കാളിയാണ്. അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് വേണ്ടുന്നത് മീറ്റ് മസാലയാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കിയെടുത്തതിന് ശേഷം നമുക്കിനി കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതും നമുക്കൊന്ന് വഴറ്റി എടുക്കാം. അപ്പോൾ ആ എണ്ണയിൽ കിടന്ന ആ മസാലയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴണ്ടി വരണം. അല്ലെങ്കിൽ ആ ഒരു സ്മെല്ലിങ്ങനെ മുന്നിട്ട് നിൽക്കും. ഇനി നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. ഞാനിതുവരെ മല്ലിപ്പൊടി ഒന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ കുറച്ച് മല്ലിപ്പൊടിയെ ഞാനിവിടെ ചേർക്കുന്നുള്ളൂ. ഇനി നമ്മളിതിൽ മുളക് പൊടി ഒന്നും ആഡ് ചെയ്യുന്നതല്ല. അതിന് പകരം ഞാൻ ഒരു പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എരിവിന് കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും നമ്മളെ ബീഫ് ഇവിടെ കുക്കറിൽ റെഡി ആയിട്ടുണ്ട്. ഒരു 6 വിസിലോളം ഞാൻ അടുപ്പിച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വെന്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിൽ വെള്ളം ഒഴിക്കാതെ തന്നെ അതിൻ്റെ ആ സ്റ്റോക്കൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലോട്ട് എടുത്ത് തട്ടി. അപ്പം നമ്മൾ വെള്ളം ഒഴിക്കാതെ തന്നെ ഇത്രയും സ്റ്റോക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് അത്യാവശ്യം നെയ്യ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ കുറുകി വരും. കുറച്ച് നേരം ഇട്ട് ഇതൊന്ന്
വഴറ്റിയെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് കുറുകി വരും. ഇതിലിട്ട് ഇപ്പോൾ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഉപ്പൊക്കെ നോക്കുക, ഉപ്പും എരിവും ഒക്കെ കറക്റ്റാണോ നോക്കുക, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മുളക് പൊടി നമ്മൾ ചേർത്തതുകൊണ്ട് തന്നെ നമുക്ക് കുരുമുളക് പൊടിയും ചേർക്കാവുന്നതാണ്. എരിവൊക്കെ കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അതൊന്ന് സെറ്റായി കിട്ടിയാൽ മതി. അപ്പോൾ കുറച്ച് ഒരു 5 മിനിറ്റ് ഞാൻ അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം തുറന്ന് നോക്കി. അപ്പം നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പമായിട്ടുള്ളൊരു ബീഫ് കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ഇനി മറ്റൊരു വീഡിയോയിലോട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.